ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഇന്ന് ലതയുടെ അമ്മയുടെ ശവസംസ്കാര കർമ്മമൊക്കെയാണെന്ന്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് അവിടേക്ക് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ വെറുതെ ഒരു ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. തോമും പാച്ചും ചാക്കോച്ചനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ എല്ലാ പരിപാടികളും, അതായത് നമ്മുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇവിടുന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയെങ്കിലും വഴിയിലത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ശരിക്ക് 10 മണിക്കാണ് കർമ്മങ്ങൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ അവിടെ എത്താറായപ്പോഴേക്കും 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ശ്മശാനത്തിലേക്കാണ് പോയത്. രവിപുരം ശ്മശാനത്തിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അമ്മയെ കൊണ്ടുവന്നത്, ആംബുലൻസ് വന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ട് ശശിയും പിന്നെ അവർ മക്കൾ, ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നുണ്ട്, 3 മക്കളാണുള്ളത്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ടാണ്, പുറത്തായിരുന്നു 2 പേര്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇന്നേക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വെച്ചത്. ശരിക്ക് ശനിയാഴ്ച അമ്മ പോയതാണ്, ഇന്നാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇവർ പോകാനായിട്ട് റെഡിയായി. ഞങ്ങളുടെ ഡ്രസ്സാണ് കേട്ടോ ഇത്, ഒക്കെ അറ്റൻഷനായിട്ട് നിൽക്കുന്നതാണ്. ഭയങ്കര ബഹളമായിരുന്നു. ഇവിടുന്ന് അവിടെ എത്തുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 3 ആളും കിടന്നുറങ്ങി. പിന്നെ അവിടെ എത്താറായപ്പോൾ ഒക്കെ വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ശരിക്ക് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ പുറത്ത് വെയിറ്റ് ചെയ്തു. കാരണം വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നറിയാം. അപ്പോൾ ഞങ്ങളാണ് ആദ്യം എത്തിയത്. അവിടെ നിന്ന് ആംബുലൻസ് വന്ന് ബോഡി ഇറക്കി നേരെ അവിടെ കൊണ്ടുവന്ന്, നമ്മൾ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരാളുടെ അങ്ങനെ കാണുന്നത് കേട്ടോ. കൊള്ളി വെക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ നേരെ അതൊക്കെ കണ്ടു ഞങ്ങൾ. അത് കഴിഞ്ഞ് കത്തിച്ച് ആ ഒരു എന്താ പറയുക, പുക പോണത് കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നേരെ ലതയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ലതയുടെ അവിടെ വന്നപ്പോൾ ഉണ്ണിയും ഉഷയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു, ലതയുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ആങ്ങള, അനിയത്തിമാർ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ്, അപ്പോൾ ലതയുടെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് രഞ്ജി പണിക്കരുടെ വീട്, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും അഭിനേതാവൊക്കെ ആയ രഞ്ജി പണിക്കരുടെ. അപ്പോൾ അവരാണ് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ നോക്കുന്നുണ്ടായിരുന്നത്. അവിടുത്തെ 2 ആൺമക്കളും മരുമക്കളും കുട്ടികളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോസിലൂടെ അവരെല്ലാവരെയും പരിചയമായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും മരുമക്കളും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ ഞാൻ മുമ്പ് ഉണ്ടായിരുന്നില്ല. രഞ്ജി പണിക്കരും മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് എല്ലാവരും പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് പോയപ്പോഴും ആൾ പേരക്കുട്ടീനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടോ. ഡിമ്പിളും മുമ്പ് പോയപ്പോൾ പലവട്ടം കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമൊക്കെ അവിടുത്തെ വീട്ടിലായിരുന്നു കേട്ടോ, രഞ്ജി പണിക്കർ മൂപ്പരുടെ വീട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ച്, സാമ്പാറും ചട്നിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എല്ലാവരുടെയും ഉറക്കമൊക്കെ പോയി. ചാക്കോച്ചൻ ഫുൾ ടൈം ഉഷയുടെയും ലതയുടെയൊക്കെ കൂടെ തന്നെയായിരുന്നു. തോമുട്ടനും അതെ, പാച്ചുവിന് ഒരു ചെറിയൊരു ഉറക്കക്ഷീണം. എന്നാലും ഇവിടെ രവിപുരത്ത് എത്തിയപ്പോഴേക്കും അവനും എണീറ്റു, ഒക്കെ എന്താ പറയുക, ഉഷാറായി. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ എന്തെങ്കിലും കഴിക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ, ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു. ഇവിടേക്ക് വന്നപ്പോൾ അകത്ത് കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. കാരണം മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോൾ ഇവിടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് നോമ്പൊക്കെ ആയ കാരണം എല്ലായിടത്തും വൈകിട്ടാണ് തുറക്കണം. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ അപ്പോൾ ലുലുവിൻ്റെ സൈഡിലാണത്. അപ്പോൾ എന്തായാലും ലുലുവിലൊന്ന് കയറാം, കുട്ടികളെയും കൊണ്ട് ഇതുവരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി. പക്ഷേ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കും ബഹളമൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു, കുട്ടികളാന്ന് വെച്ചാൽ കരച്ചിലും ബഹളമൊക്കെ ആയി തുടങ്ങി. അവർക്കും ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, ഭയങ്കര അസ്വസ്ഥതയാണ് കുട്ടികൾക്ക്. അപ്പോൾ പാച്ചുവിൻ്റെ മെയിൻ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓച്ചൂരോട് പറഞ്ഞു, അതാണ് കുറച്ചും കൂടി നല്ലത്, അവൻ്റെ പിന്നാലെ ഉടനേക്കാളും നല്ലത് ഇങ്ങനെ കയറി ഇറങ്ങണതാണല്ലോ. തോമു പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമും ഡിവൈനും ചാക്കോച്ചൻ്റെ ഡയപ്പറും കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് സമാധാനത്തിലാണ് കയറി വന്ന് കുറച്ച് സാധനങ്ങൾ, വളരെ കുറവ് സാധനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് മടങ്ങാണ്ടായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പാച്ചു കുറേ വട്ടം കയറി ഇറങ്ങലായിരുന്നു, അമ്മയുടെ കൂടിയും പിന്നെ അത് കഴിഞ്ഞ് അപ്പാപ്പൻ്റെ കൂടെയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് പേര് അപ്പുറം ഇപ്പുറമൊക്കെ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കിട്ടാം. അപ്പോൾ ചില സമയത്ത് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, കാരണം ഇത്രയും വർഷം ആയി ഡിംപിൾ ഈ ഫീൽഡിൽ നിന്ന് പോന്നിട്ട്, എന്നാലും ഇപ്പോഴും കുറേ പേര് കല്ലുമോളല്ലേ എന്നൊക്കെ ചോദിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഡിംപിൾ റോസ് അല്ലേ എന്നൊക്കെ ചോദിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോൾ ഞാനൊരു വെറൈറ്റി സംഭവം അവിടെ കണ്ടതാണ് കേട്ടോ, ഡ്രൈഡ് വെജിറ്റബിൾസ്.
ഞാൻ സത്യത്തിൽ ഫ്രൂട്ട്സും അതും ഇതൊക്കെ തിന്ന് കണ്ടോ, ഡ്രൈഡ് മിക്സഡ് വെജിറ്റബിൾസ് 250 ഗ്രാമിന് ഭയങ്കര വില കേട്ടോ. ഇത് ഞാൻ വായിച്ചത്, എനിക്ക് ഓർമ്മയില്ല ഇപ്പം എത്രയാണെന്ന്. പക്ഷേ എനിക്ക് എന്തിനാണതെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അത് അറിയുന്ന വെച്ചാൽ ആരെങ്കിലും പറഞ്ഞു തന്നോളൂ കേട്ടോ. എനിക്ക് ഇതുവരെ മനസ്സിലായില്ല അതെന്തിനാണെന്നുള്ളത്. എനിക്ക് മനസ്സിലായി, കാരണം നല്ല വിലയുണ്ട്. അപ്പോൾ ചെറിയ വിലയ്ക്കുള്ളെങ്കിൽ നമുക്ക് സാമ്പാർ കഷ്ണമാണെന്ന് വിചാരിക്കാം, പക്ഷേ ഇതങ്ങനെയല്ല, നല്ല വിലയുണ്ട്. അങ്ങനെ ഇവർ പേസ്ട്രിയുടെ വശത്ത്, ഇവരുടെ മെയിൻ സംഭവം അവിടെയാണ്. അവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള പേസ്ട്രികളും കാര്യങ്ങളൊക്കെ വാങ്ങി അത് അപ്പം തന്നെ കഴിക്കാനല്ലല്ലോ, ബോക്സിലൊക്കെ ആക്കി അതും കൊണ്ടുവന്ന് അപ്പോൾ കുട്ടികൾക്ക് ഓരോ ഐസ്ക്രീമും വാങ്ങിക്കൊടുത്ത്. സാധാരണ ഞങ്ങൾ അവിടെ നിന്ന് പിസയും അതും ഇതൊക്കെ വാങ്ങിക്കാറുണ്ട്, സാലഡ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ നെസ്റ്റോ ഇവിടെയുള്ള കാരണം വെറുതെ അവിടെ നിന്ന് താങ്ങി പിടിച്ച് കൊണ്ടുവരണ്ടല്ലോ, പഴയത് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിയില്ല. ചൂട് കാരണമാണ് കേട്ടോ, പഴയതിൻ്റെ അല്ല, ചൂട് കാരണം അത്രയും ചൂടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇത് വാങ്ങിയിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും അത് കേടായി, പതഞ്ഞിങ്ങനെ പൊന്തി. അപ്പം പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ വരും വഴിക്ക് നമ്മുടെ കരിമ്പിൻ ജ്യൂസിൻ്റെ അവിടെ എത്തിയപ്പോൾ പൊന്നു കഴിച്ചില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഒരു സിപ്പ് ഡാഡി കഴിച്ചു, ഞാനും ഡിവൈനും ഡോണും ശരിക്കും ഓരോ ഗ്ലാസ് കഴിച്ചപ്പോൾ ഒരു ചെറിയ സമാധാനം. വന്നപ്പോഴേക്കും അവിടെ കൊറിയറിൻ്റെ ആൾ കറക്റ്റ് ടൈമിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊറിയറും വാങ്ങി ഞങ്ങൾ അകത്തേക്ക് കയറി. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നു കഴിഞ്ഞ് എല്ലാവരും ആദ്യം കുളിക്കുക ചെയ്തത്. അപ്പോൾ വരുന്ന വഴിക്ക് പാച്ചു ഒന്ന് ഛർദ്ദിച്ചു. അപ്പോൾ മൊത്തത്തിൽ ഒരു ഭയങ്കര അസ്വസ്ഥതയായിരുന്നു യാത്ര. ഈ ചൂട്ടത്ത് സുഖമില്ല, പിന്നെ ചില യാത്രകൾ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതുണ്ടാവുമല്ലോ, അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ലുലുന്ന് വാങ്ങിച്ചതാണ് അലുവ. കാരണം പിന്നെ ഇത് മീറ്റ് പിക്കിളും ചിക്കൻ അച്ചാറും. അപ്പോൾ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നല്ലോണം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അച്ചാറുകൾ, നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട്. പക്ഷേ കുറേ നാളുകളായിട്ട് ഇപ്പം നമ്മൾ അങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് നിർത്തി, സമയമില്ലാണ്ടാണ് കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ടും കുറേ ഇല്ല, ഒരു കുട്ടി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എൻ്റെ പിന്നാലെ നിഴലായിട്ട് നടക്കുന്നുണ്ട്, എന്തെങ്കിലും കണ്ടാൽ പറയാനായിട്ട്. ഇപ്പം ഞാനീ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് എന്താണെന്നൊക്കെ. പക്ഷെ അത് പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ എന്തിനാ അത് നോക്കണേ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ മാക്സിമം ആ കുട്ടി മെസ്സേജ് അയക്കുമ്പോൾ ഞാനത് റിമൂവ് ചെയ്യുകയാണ് പതിവ്. കാരണം മറ്റുള്ളവർക്കും കൂടെ ഒരു നെഗറ്റീവ് ഇത് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അപ്പോൾ ഞാൻ നമ്മളുടെ കുൾഫിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പുഡിങ് ചെറിയൊരു ബൗളും കൂടി ഉള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ അപ്പം കഴിച്ച്. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ബോക്സിലാണ് കേട്ടോ അത് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ എൻ്റേത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ബോക്സുകളിലാണ് ഞാനൊക്കെ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ എടുക്കാനായിട്ടും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതാണ് കുൾഫിയുടെ ബോക്സ്. അപ്പോൾ ഇതിനകത്ത് വെച്ച് ഈ ബോക്സ് ഒരത്തിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ബോക്സ് എടുത്താൽ മതി. കഴുകി ഉണക്കി വെച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സംഭവവും മാറ്റി വയ്ക്കാറില്ല. നിങ്ങളുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നിങ്ങളത് കണ്ട് എന്തെങ്കിലും നമ്മൾ പലരുടെയും ഓരോന്ന് കാണുമ്പോഴാണല്ലോ നമ്മളത് അനുകരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തിരുത്താം. അപ്പോൾ തിരുത്തലെന്ന് പറഞ്ഞാൽ നമ്മളുടെ മരണം വരെ നമുക്ക് തിരുത്താനും പഠിക്കാനും ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം പോർക്ക് എടുത്തു. അപ്പോൾ രാത്രിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ രാവിലെ മറ്റേ ചെറുപയറുണ്ട് അതെടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും വന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുപയറെടുത്ത് ഒന്നും കൂടി ഒന്ന് കാച്ചി മിനുക്കി പുതിയതാക്കി അത് കഴിഞ്ഞ് പോർക്ക് എറിച്ച് വെച്ചു. ഇത് നമ്മുടെ വറുക്കാനുള്ള മീനാണ് കേട്ടോ. ഇത് ഇവർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നെത്തിയാണ്. പിന്നെ നമ്മുടെ ഡിസ്ക് മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ചിക്കൻ വെള്ളത്തിലിട്ടു. ചൂടുകൊണ്ട് ഇരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് നടന്നു കഴിഞ്ഞാൽ ചൂടൊന്നും മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചിക്കൻ കിഴങ്ങിട്ട് വെക്കാമെന്ന് വിചാരിച്ചു, പാലൊഴിച്ചിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനതിൻ്റെ പരിപാടികൾ കഴിച്ചു. അപ്പോൾ ഡിവൈൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന പപ്പക്കായ അരിഞ്ഞ് എല്ലാവരും അത് കഴിച്ചു. അങ്ങനെ ഞാൻ അടുക്കളയിലത്തെ പണികൾ ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചു. മറ്റേ കറികളും കാര്യങ്ങളും ചോറൊക്കെ വെച്ചിട്ട് 8:45 പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇവർക്കുള്ള ഫുഡ് ഞാൻ നേരത്തോടെ കൊടുത്തിട്ട് അവരെയും അവിടെ കിടത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡെയിലി പാല് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. പിന്നെ എണീറ്റിട്ടാണ് പാല് കൊടുത്തത്. അപ്പോൾ ഞാൻ ഭക്ഷണം ഇത്തിരി നേരത്തെ കൊടുത്തു. അപ്പോൾ തുണികൾ ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകലൊക്കെ യാത്രയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വന്ന നേരത്തെ അവിടേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഈ ഷീറ്റും ചൂടാവും, താഴെയും ചൂടാവുമ്പോൾ ഒട്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുണികളെടുത്തില്ല, നാളെ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എടുത്തു കഴിഞ്ഞാൽ സെക്ഷനായിട്ട് മടക്കി ഓരോ റൂമിലേക്കുള്ളത് മാറ്റി വയ്ക്കണം. പിന്നെ ഈ നമ്മളുടെ ഇവിടുത്തെ ഇത് പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് ഇടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞാനൊന്ന് ഇത് കഴിഞ്ഞ് ഞാൻ ആ ചൂട്ടത്ത് വന്ന് ബിഗ് ബോസ് കാണാനായിട്ട് ഇരുന്നെങ്കിലും ഞാൻ ഉറങ്ങിപ്പോയി. കാരണം
അത്രയും ക്ഷീണവും ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഡിവൈൻ കംപ്ലീറ്റ് സംഭവങ്ങളൊക്കെ പകർത്തി ഫ്രിഡ്ജിലൊക്കെ ആക്കി വെച്ചു. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട, കാരണം ഇപ്പോൾ രാത്രി വെച്ചിട്ടുള്ളൂ, തിളച്ച ചൂടാണ്. അപ്പോൾ പിന്നെ കേടാവണ്ട വെച്ചിട്ട് ഞാനത് ചെറുതായിട്ട് മൂടി വെച്ച് ചോറും ഫ്രിഡ്ജിൽ വെച്ചില്ല. അപ്പോൾ ഇന്ന് പതിവിൽ വിട്ട് കുറച്ച് നേരത്തെ അങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഉറക്കം ബാക്കി നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇടയിലൊന്നും ഉറങ്ങി എന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ച് തരണമെന്നുണ്ട്. പക്ഷേ ഉറക്കക്ഷീണം കൊണ്ട് എനിക്കിത് തുറക്കാനുള്ള ഒരു ഇതില്ല. ഞാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് നാളെ ഞാനിതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം കേട്ടോ. നല്ല ഓം എന്ന് എഴുതിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ്. പിന്നെ എന്തുട്ടാണ്, നല്ല ഒഴുക്കൻ വള, കുഞ്ഞു കുട്ടികളുടെ കുറേ കമ്മലുകൾ, പല ടൈപ്പ് കമ്മലുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിത് ഇവിടെ വന്നപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ പാച്ചുട്ടനും കിടന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആണ്, എന്നാലും സാരമില്ല. നിങ്ങളോട് എനിക്ക് പറയാണ്ട് എല്ലാ ദിവസവും എന്നെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരു നിരാശ തരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഉള്ളത് ഇട്ട് അങ്ങോട്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. അതുവരെയ്ക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ലതയുടെ അമ്മയുടെ ആത്മാവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ എന്താ പറയുക, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല, ഇതൊക്കെ തന്നെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇവിടെ നല്ല ചൂടാണ്. ഇനി ഞാൻ കിടക്കാൻ നോക്കട്ടെ കേട്ടോ. ബൈ.